നമസ്കാരം. യു പിയിൽ വീണ്ടും എൻകൗണ്ടർ നടന്നു. കുപ്രസിദ്ധ കുറ്റവാളികളായ രാജ മുഹമ്മദും മുബീനുമാണ് കൊല്ലപ്പെട്ടത്. യു പി ഒരു ഗുണ്ടാരാജിൻ്റെ തലസ്ഥാനം തന്നെയായിരുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടാരാജിൻ്റെ ഒരു തലസ്ഥാനം തന്നെയായിരുന്നു. ബീഹാറും ഏകദേശം സമാന സ്വഭാവത്തോടു കൂടിയാണ്. എന്നാൽ ആത്തിഖ് റഹ്മാൻ ഉൾപ്പെടെയുള്ള യു പിയിൽ മുമ്പ് ഭരിച്ചിരുന്ന ഗുണ്ടകളൊന്നും തന്നെ ഇന്ന് യു പിയിൽ അവശേഷിക്കുന്നില്ല. ഓരോരുത്തരെയായി ഒന്നുകിൽ കൽത്തുറുങ്കിലടച്ചു. കീഴടങ്ങാത്ത ഗുണ്ടകളെ, അതായത് പോലീസിന് നേരെ വെടിയുതിർക്കുകയും ആക്രമണം നടത്തുകയും ചെയ്ത ഗുണ്ടകളെ ഓരോരുത്തരെയായിട്ട് അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തു. ഓരോരുത്തരെയായി ഒന്നുകിൽ കൽത്തുറുങ്കിൽ അടയ്ക്കുക, നേരെ വെടിയുതിർക്കുന്ന ആൾക്കാർക്ക് നേരെ തിരിച്ച് വെടിയുതിർത്തുക, അതേ മാതൃകയിൽ അതേ പാതയിൽ തിരിച്ച് പണി കൊടുക്കുക എന്നൊരു നയം തന്നെയാണ് പോലീസ് സ്വീകരിച്ചത്. അതിന് വേണ്ടിയിട്ടായിരുന്നു അജയ്പാൽ ശർമ്മയുടെ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ കരിയറിലൊരു വലിയ സമയം അജയ്പാൽ ശർമ്മ ഉത്തർപ്രദേശിൽ അതിനു വേണ്ടി തന്നെയായിരുന്നു ചിലവഴിച്ചത്. അതേ രീതിയിൽ അജയ്പാൽ ശർമ്മയുടെ അതേ രീതിയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതിൻ്റെ ഒരു നട്ടെല്ലായി മാറുകയായിരുന്നു ഉത്തർപ്രദേശിൽ. അങ്ങനെ ഉത്തർപ്രദേശ് ഒരു ക്ലീനായി ഇത്തരത്തിലുള്ള ഗുണ്ടകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ഉത്തർപ്രദേശാക്കി മാറ്റിയെടുക്കുവാൻ യോഗി ആദിത്യനാഥിന് സാധിച്ചു. അവിടെ ഇപ്പോൾ മനസ്സമാധാനത്തോടു കൂടി സാധാരണക്കാർക്ക് ഇറങ്ങി നടക്കാം. 50-ലധികം കവർച്ചാ കേസുകളും പീഡനങ്ങളും അടക്കം നിരവധി കേസുകളാണ് പ്രതികൾക്ക് നേരെയുള്ളത്. 18-ലധികം സ്ത്രീകളുടെ സ്വർണവും വെള്ളിയും ആയിട്ട് നിരവധി കവർച്ചകളാണ് അവർ നടത്തിയത്. ബലാത്സംഗ കേസുകൾ നിരവധിയാണ്. ഇവരെ കീഴടങ്ങുവാൻ വേണ്ടിയിട്ട് പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ പോലീസിന് നേരെ ഇവർ വെടിയുതിർക്കുകയായിരുന്നു. അത്തരത്തിൽ മതം ഉപയോഗിക്കാതെയോ ഒക്കെ നിരവധിയായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളാണ്, ഭീകരവാദികളാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവർക്ക് നേരത്തെ പിന്തുണ കൊടുത്തിരുന്ന SPI സമാജ്വാദി പാർട്ടിയെ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി ജനത്തിന് ഒരു സമാധാനപരമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ സാധിച്ചു. അത് ഒരുക്കി കൊടുക്കുവാൻ കഴിഞ്ഞത് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ്. അതോടൊപ്പം മറ്റു പല കാര്യങ്ങളിലും മതം ഉപയോഗിച്ചും തീവ്രമത ചിന്താഗതിക്കാരായ ആൾക്കാരെ വരുതിക്ക് നിർത്തിയുമാണ് യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുന്നത്. അവിടെ ഇപ്പോൾ തെരുവോരങ്ങളിൽ നിസ്കരിക്കുവാൻ പാടില്ല. അത് മാത്രമല്ല, അനാവശ്യമായ ഡെസിബലിൽ ഒച്ച വെച്ചുകൊണ്ട് ശബ്ദമലിനീകരണം നടത്തുന്ന ബാങ്കുവിളികൾ അവിടെ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്ത് ആദ്യം എത്തുന്നതും ഉല്ലമാർ തന്നെയാണ്. അത്തരത്തിൽ ഉത്തർപ്രദേശ് മനുഷ്യന് ജീവിക്കുവാൻ യോഗ്യമായ ജനാധിപത്യപരമായ ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റു പല സ്റ്റേറ്റുകളും ഉത്തർപ്രദേശിൻ്റെ മാതൃകയിൽ, നേരത്തെ ബീഹാറിലും ഇതേ മാതൃകയിൽ തന്നെയാണ് ഗുണ്ടാരാജ്, ജംഗിൾ രാജായിരുന്നു ബീഹാറിലുണ്ടായിരുന്നെങ്കിൽ അതിനും കാര്യമായ പരിവർത്തനം തന്നെ. അങ്ങനെ ഭാരതത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഭീകരവാദികൾ കുലം കുത്തി വാണിരുന്ന ഓരോ സംസ്ഥാനങ്ങളും ഇപ്പോൾ ശാന്തമാകുകയാണ്, സമാധാനപൂരിതമാകുകയാണ്. പശ്ചിമബംഗാളും ഇതുതന്നെയായിരുന്നു അവസ്ഥ. അവിടെ TMCയുടെ ഗുണ്ടകളാണ്, ഒരു പാർട്ടി ഗുണ്ടകളാണ് അവിടെ നിരന്നിരുന്നത്. ഇവിടെയാണെങ്കിൽ ഉത്തർപ്രദേശിലാണെങ്കിൽ കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ സഹായം കൊണ്ട് ചില ഗുണ്ടകൾ അവിടെ തഴച്ച് വളരുകയായിരുന്നു. ആ ഗുണ്ടകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുവാൻ വേണ്ടി യോഗി ആദിത്യനാഥ് സർക്കാരിന് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പശ്ചിമബംഗാളിൽ TMCയുടെ ഗുണ്ടകൾ അവിടെ ബ്രോത്തലുകൾ നടത്തുന്നു. പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകൾക്ക് നേരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് നടത്തിയിരുന്നത്. അവർ പുറത്തേക്ക്, അതായത് ശൗചാലയങ്ങളില്ലാത്ത ചില വീടുകളിൽ പുറത്തേക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുന്ന സ്ത്രീകളെ അടക്കം കൊണ്ടുവന്ന് TMCയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് ദിവസങ്ങളോളം ബലാത്സംഗം ചെയ്തിരുന്നു. ഷെയ്ഖ് ഷാജഹാനെ പോലുള്ള പ്രതികൾ ഇന്ന് കൽത്തുറുങ്കിലാണ്. അവരിനി ഒരിക്കലും പുറത്തിറങ്ങറില്ല. അത്രമാത്രം ക്രൂരമായിട്ടുള്ള, വളരെ പൈശാചികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് അവർ ചെയ്തത്. അവരെ ജയിലിനുള്ളിൽ അടയ്ക്കുവാൻ പോലും മമതയുടെ സർക്കാരിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി പശ്ചിമബംഗാളും മാറും. അവിടെ ഭീകരവാദികളില്ലാത്ത, നുഴഞ്ഞുകയറ്റക്കാരില്ലാത്ത ഒരു സംസ്ഥാനമായി പശ്ചിമബംഗാൾ മാറാൻ പോവുകയാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ധാരാളം. അതുകൊണ്ടാണ് കേരളത്തിലേക്ക് പശ്ചിമബംഗാളിൽ നിന്ന് ഈ ബംഗാളികൾ എത്തുവാൻ മടിക്കുന്നത്. തങ്ങൾക്കിനി ഒരു സർക്കാരുണ്ട് എന്ന ധൈര്യത്തിലാണ് ഇവരിപ്പോൾ പശ്ചിമബംഗാളിൽ കഴിഞ്ഞുകൂടുന്നത്. എന്തായാലും പശ്ചിമബംഗാൾ മാറുന്നു. ഒപ്പം
മറ്റു പല സംസ്ഥാനങ്ങളിലും കാര്യമായ രീതിയിലുള്ള മാറ്റം വരുന്നു. യു പിയിൽ ഇനി കുറച്ച് ഗുണ്ടകൾ കൂടി ഉണ്ടാകും. അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനനുസരിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരും ഈ രീതിയിൽ തന്നെ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് തന്നെയാണ് ഉത്തർപ്രദേശിൻ്റെ ലക്ഷ്യം, യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ലക്ഷ്യം, ഒരു ക്ലീൻ ഉത്തർപ്രദേശ്. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക് പോകാം. നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു യുവത, പിടിച്ചു കുലുക്കിയെന്ന് ചില മാപ്രകൾ പറയുന്ന യുവത, കോക്രോച്ച് ജനതാ പാർട്ടി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉദ്ഭവം ഇവിടെയൊന്നുമല്ല, അങ്ങ് അമേരിക്കയിലാണ്. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾ, നേരത്തെ ആം ആദ്മി പാർട്ടിയുടെയൊക്കെ അംഗമായിരുന്ന ആക്ടിവിസ്റ്റായിരുന്ന, ഇപ്പോഴും ആക്ടിവിസ്റ്റൊക്കെ ആയ മനീഷ് സിസോദിയുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള അഭിജിത്ത് ദീപ്കെ നയിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എങ്ങനെയെങ്കിലും BJP അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, രാജ്യം തകർന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ നിരന്തരമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ ഇടുന്നത്. അതിൻ്റെ പിന്നാലെ പോകുവാൻ വേണ്ടി കുറച്ച് കുട്ടികളുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ കുട്ടികളാണ് 49%. അതായത് ഭാരതത്തിൻ്റെ യുവത ഈ കോക്രോച്ചിനൊപ്പം അല്ല എന്നർത്ഥം. മാത്രമല്ല ഇവർ നടത്തുന്ന മറ്റു പല നീക്കങ്ങൾ കൂടിയുണ്ട്. ജനങ്ങളെ ലേസിയാക്കുക, യുവത ലേസി ആണെങ്കിൽ ഇവരിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്നാണ്. ജോലി ഉണ്ടാകാൻ പാടില്ല, മടിയന്മാരായി മാറുക, ജനങ്ങളെ മടിയന്മാരാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന, നിങ്ങളുടെ രാജ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാരതത്തെ സ്വന്തം രാജ്യം പോലുമായി കണക്കാക്കാത്ത അഭിജിത്ത് ദീപ്കയുടെ പാർട്ടി നിരവധിയായിട്ടുള്ള വളരെ കുറ്റകരമായിട്ടുള്ള പല രീതികളും ഇയാൾ കൈക്കൊള്ളുന്നുണ്ട്. ഇയാൾ പറയുന്നത് അംബാനിയും അദാനിയുമൊക്കെ ഈ മീഡിയ ലൈസൻസ് കൊടുക്കുവാൻ പാടില്ല, അവരെ ഇതിൽ നിന്നൊക്കെ പുറത്താക്കണമെന്ന്. രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്, രാജ്യം ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ അമേരിക്കൻ പൗരന്മാരുടെ ആവശ്യമില്ല, അവരുടെ നിർദ്ദേശങ്ങളുടെ ആവശ്യവുമില്ല എന്ന് ഇവർക്ക് മനസ്സിലാകുന്നതേയില്ല. മാത്രമല്ല മറ്റു പല നിർദ്ദേശങ്ങൾ കൂടി മുന്നിൽ വയ്ക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസുമാരായി വിരമിക്കുന്നവർക്ക് മറ്റ് ഉദ്യോഗങ്ങളൊന്നും കൊടുക്കുവാൻ പാടില്ല, അത് മറ്റൊരു നിർദ്ദേശം. അങ്ങനെ നിർദ്ദേശങ്ങൾ ഓരോന്നായി വച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പലതരത്തിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ, രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇയാളുടെ ചില ട്വീറ്റുകൾ നോക്കിയാൽ തന്നെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കും. ആസാദി കശ്മീരിനെ സപ്പോർട്ട് ചെയ്യുക, ഡൽഹി സ്ഫോടനക്കേസിലെ പ്രധാന പ്രതിയായ ഉമർ ഖാലിദിനെ സപ്പോർട്ട് ചെയ്യുക, ഇനി അജ്മൽ കസബിനെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദികളെയും പിന്തുണച്ചാൽ കൂടി ചെയ്താൽ മതിയാകും. അത്രമാത്രം ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ട് ഈ രാജ്യത്തിൽ വിഘടനവാദം സൃഷ്ടിക്കുന്ന മനുഷ്യരെ പിന്തുണച്ചുകൊണ്ടാണ് ഇവരുടെ നീക്കം. എന്തിനാണ് ഇവരുടെ പടപ്പുറപ്പാട് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. രാജ്യത്തെ തകർക്കുക, എങ്ങനെയും രാജ്യത്ത് വീണ്ടും ഭീകരാക്രമണങ്ങളുടെ തോത് കൂട്ടുക. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിലേക്കാണ് കുട്ടികൾ ചെന്ന് വീഴുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. രാജ്യത്തു നിന്നുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്, 9% ആൾക്കാർ മാത്രമാണ് ഇതിൽ ജോയിൻ ചെയ്ത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അതിനപ്പുറം ഈ 9% കുട്ടികൾ ഇതിലേക്ക് എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരുടെ ഭാവി തന്നെ വലിയ അവതാളത്തിലാകും. അതുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ രക്ഷകർത്താക്കൾ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം ലോബികളുടെ കീഴിൽ അവരിൽ പെടുന്ന ആൾക്കാർ പലരുമാണ് ഭീകരവാദികളുണ്ടാകാം, മയക്കുമരുന്ന് ലോബികളുണ്ടാകാം. അങ്ങനെ പലർക്കും യഥേഷ്ടം വിഹരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാക്കി ഇതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അവരിൽ നിന്ന് പുറത്തു ചാടുന്ന പലരെയും ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവരാരും തന്നെ രാജ്യത്തിന് ഗുണകരമാകുന്ന ഒരു യുവതയായി മാറുവാനുള്ള സാധ്യത തന്നെ വിരളമാണ്. ചോദ്യങ്ങളിൽ പലതും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. അതുമാത്രമല്ല ഭീകരവാദത്തിലേക്ക്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുവാൻ പോകുന്നതുമാണ്. ഇതിനെയൊന്നും അംഗീകരിക്കുവാനായിട്ട് മുഖ്യധാരയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും സന്നദ്ധമാകുവാൻ പാടില്ല. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, രാജ്യത്തെ തകർത്ത് കളഞ്ഞാലും വേണ്ടില്ല, തങ്ങൾക്ക് ഭരണത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ചില പാർട്ടികളുണ്ട്. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനമുണ്ട്. അവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് തന്നെയാണ്. BJPയെ താഴെ ഇറക്കുക എന്നതല്ല, രാജ്യം തകർത്തും BJPയെ താഴെ ഇറക്കുക എന്നതാണ്. ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണമല്ല ഭാരതത്തിൻ്റെ യുവത ആഗ്രഹിക്കേണ്ടത്. ഭാരതത്തിൻ്റെ യുവത പ്രവർത്തന നിരതരായിരിക്കണം. ഭാരതത്തിൻ്റെ യുവത ജോലികൾ ചെയ്യുവാനും കച്ചവടങ്ങൾ ചെയ്യുവാനും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സ്വന്തം തലച്ചോറ് ഉപയോഗിക്കുവാനും ശേഷിയുള്ളവരായിരിക്കണം.
അത്തരത്തിലായിരിക്കണം രാജ്യത്തിൻ്റെ യുവത മുന്നോട്ട് പോകേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.